അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇന്ന് ഡിസംബർ 1. എല്ലാ ക്രിസ്ത്യൻസും 25 നോമ്പെടുത്ത് യേശു ക്രിസ്തുവിനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുന്ന സമയമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഇന്നു മുതൽ ഓരോ ദിവസവും നമ്മളെല്ലാവരും വ്രതാനുഷ്ഠാനത്തിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി, മുട്ട, പാല് എന്ന് തുടങ്ങി എല്ലാ സംഭവങ്ങളും അവർ ഉപേക്ഷിക്കും. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ആശയടക്കം എന്ന പേരിൽ മിഠായി പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഉണ്ണീശ്വരനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുക. മുമ്പൊരിക്കൽ എപ്പോഴോ കണ്ട ഒരു കാർട്ടൂൺ ഞാൻ ഓർത്തു പോവുകയാണ്. ലിറ്റിൽ ഡ്രമ്മർ ബോയ് എന്നാണ് ആ കാർട്ടൂണിൻ്റെ പേര്. അന്ധനായ ഒരു ഡ്രമ്മർ ബോയ്, തനിക്ക് നൽകാനായിട്ട് യേശുവിന് ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനില്ലാത്തൊരു പാവപ്പെട്ട പയ്യൻ യേശുവിന് വേണ്ടി ഇങ്ങനെ പാടുകയാണ്. ഒടുവിൽ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ ആ ഒരു ഇതിസംഹാരം. എനിക്ക് ഇന്ന് പറയാനുള്ളത് മറ്റൊന്നാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ എല്ലാ സംഭവങ്ങളും ഉപേക്ഷിച്ച് നോമ്പെടുത്ത് കഴിഞ്ഞിട്ട് യേശുവിനെ വരവേൽക്കാനായിട്ട് നിങ്ങൾ സത്യത്തിൽ എന്താണ് ത്യാഗം ചെയ്യുന്നത്? നമുക്ക് യേശുവിന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടേ? വലിയ ഒരു കൊട്ടാരത്തിലൊന്നല്ല നമ്മുടെ യേശു പിറന്നത്, ഒരു പുൽക്കോട്ടിലാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ് ശരിക്കും നമ്മൾ പുൽക്കൂട് ഒരുക്കേണ്ടത്. നമ്മൾ ഈ മാറ്റിവെക്കുന്ന തുകയുണ്ടല്ലോ, എല്ലാ മാസവും നമ്മൾ ഒരുപാട് പൈസ ഈ പറയുന്ന നോൺ വെജിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. ആ മാറ്റിവെക്കുന്ന തുക നമ്മളൊരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വയ്യാത്ത ഒരു വൃദ്ധർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഗുഡ് ബുക്സിൽ നിങ്ങൾ സ്ഥാനം പിടിക്കും. ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഞാൻ വളരെ യാദൃശ്ചികമായിട്ടൊരു സ്വപ്നം കാണാനിടയായി. നമ്മളിടത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു വിനിച്ചേച്ചി ഉണ്ടായിരുന്നു. തൃശ്ശൂർ തന്നെ ഉള്ള ഒരു ചേച്ചിയാണ്. ചേച്ചി ഇപ്പം മരിച്ചിട്ട് ഏകദേശം 1 വർഷം ആകാറാകുന്നു. വിനിച്ചേച്ചി സ്വപ്നത്തിൽ വന്നിട്ട് ഇന്നലെ എൻ്റെ അടുത്തൊരു നമ്പർ പറഞ്ഞു, 2066. സാധാരണ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ മറക്കുകയാണ് പതിവ്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ ആ നമ്പർ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു, 2066. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ന്യൂമറോളജിയിലൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതൊരു ഏഞ്ചൽ നമ്പറാണ് എന്നാണ്. ഏഞ്ചൽസിന് എന്നിലൂടെ നിങ്ങളിലേക്ക് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശം. ഇനിയും ഒത്തിരിയേറെ വീഡിയോകൾ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ ഒപ്പം ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ഇഷ്ടത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ.